എസ് ലല്ലു കൂടി ചേരുന്നുണ്ട്. ലല്ലു, വ്യക്തിപരമായി ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ വി എസ് ഓർമ്മ. അവിടെ എത്തുന്ന ഓരോ മനുഷ്യനും ഉണ്ടാവും വി എസ് എന്താണ്, വി എസ് എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതത്തിൽ വി എസ് കടന്നു വന്ന വഴികളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകും. അതല്ലാതെ ഇത്രയും മണിക്കൂറുകൾ കാത്തുനിന്ന് ഒരാളെ കാണാൻ ഇങ്ങനൊരു ജനക്കൂട്ടം കാത്തു നിൽക്കില്ലല്ലോ. ഇത് കഴിഞ്ഞ 6-7 വർഷമായി കേരളത്തിന്റെ പൊതുരംഗത്ത് ഇല്ലാത്ത, ഒരുപക്ഷെ മലയാളികളുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര വേഗത്തിലായിരുന്നു വി എസ് പൊതുരംഗത്ത് നിന്ന് മാറിയത്. അദ്ദേഹത്തിന് അസുഖബാധിതനായി അദ്ദേഹത്തിന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ, ശ്രീജ തന്നെ നേരത്തെ പറഞ്ഞത് 102ാമത്തെ വയസ്സിൽ മരിക്കുന്ന, അതൊരു സ്വാഭാവികമായ ഒരു പ്രായാധിക്യം മൂലമുള്ള മരണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മരണം. ആ മരണത്തിൽ അദ്ദേഹത്തിന് യാത്രാമൊഴി അർപ്പിക്കാൻ ഒരു നാടൊന്നാകെ ഇളകി വരുന്ന കാഴ്ച. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായി കാണുന്നത് തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും ആലപ്പുഴയിലായാലും എത്രയോ ദൂരം നിന്നാണ്, കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നും പാലക്കാട് നിന്നും ഇടുക്കിയിൽ നിന്നുമെല്ലാം കിട്ടുന്ന വാഹനങ്ങളിൽ ആളുകൾ ആലപ്പുഴയിലേക്ക് എത്തുക. ഇന്ന് തന്നെ കാണാൻ കഴിഞ്ഞത് കൊല്ലം മുതൽ ഇങ്ങോട്ട് എവിടെയാണ് വി എസിനെ കാണാൻ പറ്റുന്നത് അവിടെ വാഹനങ്ങൾ നിർത്തി പാദവത്തിൽ ഇറങ്ങി നിന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന മനുഷ്യൻ. എന്നൊക്കെ പറഞ്ഞതുപോലെ വളരെ പ്രായം ചെന്ന മനുഷ്യരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. വി എസ് എന്ന മനുഷ്യൻ നനച്ച് വളർത്തിയ ഒരു മഹാവൃക്ഷം, സീറ്റം എന്ന ആ ഒരു വലിയ വൃക്ഷത്തിന്റെ തണലേറ്റ മനുഷ്യൻ ആ വി എസിനെ അർഹിക്കുന്ന ഒരു യാത്രയെ തന്നെയാണ് നടന്നത്. ഒരു വലിയ പ്രസ്ഥാനം, ഒരു വലിയ മരമായി, ഒരു വലിയ പ്രണലായി ഇത്രയും കാലം, ഒരു നൂറ്റാണ്ടുകാലം കേരളമാകെ നിറഞ്ഞു നിന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് പാവപ്പെട്ടവന് വേണ്ടി, മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, പെണ്ണിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ശബ്ദിക്കാൻ വി എസ് അച്യുതാനന്ദൻ എന്ന നൂറ്റാണ്ട് കടന്നു പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് വി എസിന്റെ വീട്ടിലേക്കുള്ള എല്ലാ വഴികളും ജനനിബിഡമാണ്. പാർട്ടി ജില്ലാ ആസ്ഥാനത്തേക്കുള്ള എല്ലാ വഴികളും ജനനിബിഡമാണ്. ഞാനിപ്പോൾ വി എസിന്റെ മൃതദേഹം അവസാനമായി പൊതുദർശനം വെക്കുന്ന റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കുള്ള യാത്രയാണ്. വളരെ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. എപ്പോഴാണ് നമുക്ക് ആ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താൻ കഴിയുന്ന നിശ്ചയമില്ലാത്ത തരത്തിലുള്ള ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ആലപ്പുഴയിലുള്ളത്. എല്ലാവരോടും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താനാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രം തന്നെ സാക്ഷിയാകുന്ന ഏറ്റവും വലിയ ഒരു ജനക്കൂട്ടമാകും വി എസിന് ആദരമർപ്പിക്കാൻ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 വരികളിലായാണ് അവിടെ ആളുകൾക്ക് വി എസിനെ കാണാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഒരുക്കിയ സംവിധാനങ്ങൾ ഒന്നും പോരാതെ വരും, ഒന്നും മതിയാകാതെ വരും എന്ന് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ച 4 മണിക്ക് വി എസിന്റെ മൃതദേഹം സംസ്കരിക്കും എന്ന തീരുമാനത്തിൽ നിന്ന് മണിക്കൂറുകൾ വീണ്ടും പിന്നിടേണ്ടി വരും എന്ന് തന്നെയാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ആലപ്പുഴ നഗരം മുഴുവൻ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാ വഴികളും ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ്. കാരണം ജില്ലാ ആസ്ഥാനത്ത് വി എസിന്റെ മൃതദേഹം 20 മിനിറ്റ് മാത്രമേ പൊതുദർശനത്തിനുമാക്കി എന്ന് അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന പാർട്ടി പ്രവർത്തകർക്കും വി എസിന്റെ പ്രിയ സഖാക്കൾക്കും ആദരമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ മൃതദേഹം വയ്ക്കുക. അവിടെ ഇപ്പോൾ തന്നെ 2 വരികളായി കിലോമീറ്റർ നീളുന്ന ക്യൂ ആണ്. അവിടെ നിന്ന് ആളുകളോട് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്താനാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്തുന്ന വാഹനങ്ങളിൽ നടന്നതെല്ലാം ആളുകൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വി എസിന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേദിയായ, വി എസിന്റെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് വേദിയായ ആലപ്പുഴയിലെ പ്രസിദ്ധമായ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനമിങ്ങനെ കടല് പോലെ വിരമ്പിയാർത്ത് എത്തുകയാണ്. എല്ലാ കണ്ണുകളിലും നനവിന്റെ പാടുകളും, എല്ലാ കണ്ടങ്ങളും ഇടറുകയാണ്. കണ്ണേകരണെ വി എസ് എന്ന മുദ്രാവാക്യങ്ങളുമായി ലക്ഷോപലക്ഷം മനുഷ്യർ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കേരളം കാണുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനക്കൂട്ടത്തിനായിരിക്കും ഇന്ന് റിക്രിയേഷൻ ഗ്രൗണ്ട് സാക്ഷി വഹിക്കുക എന്നാണ് പറയാറുള്ളത്. ശരിയാണല്ലോ. ആലപ്പുഴ വി എസിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, വി എസ് ആലപ്പുഴയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതൊക്കെ നമുക്കറിയാം. ആലപ്പുഴയിൽ നിന്ന്
ഉദിച്ചുയർന്ന വിപ്ലവ നക്ഷത്രമാണ് VS. ആ വിപ്ലവ സൂര്യൻ, വിശ്രമമില്ലാത്ത സമരം VS ഇന്ന് അസ്തമിക്കുമ്പോൾ ഏറ്റവും വീരോചിതമായൊരു യാത്രയപ്പ് തന്നെ നൽകുകയാണ് കേരളം. VS ഒരു പേരല്ല, അതൊരാശയമാണ്. അവസാനിക്കാത്ത പോരാട്ടമെന്ന ആശയം. VSന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസായ സഖാവ് P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിലേക്ക് എത്തിച്ചേരും. വീട്ടിലെ പൊതുദർശനം ഇനി അധിക സമയം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്ന ആളുകളെ മാറ്റുന്നതാണ് കാണുന്നത്. ഇനി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും അത് കഴിഞ്ഞ് എത്രയോ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അവിടെയും ഒക്കെ എത്തിക്കേണ്ടതുണ്ട്. മഴ വീണ്ടും ഇതിനിടയിൽ ശക്തമാവുന്നുമുണ്ട്. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ വന്നു നിൽക്കുന്ന മനുഷ്യരുടെ ഒക്കെ നെഞ്ചിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: VS ഒന്ന് അവസാനമായി കാണണം. ഇനി VS ഇല്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. VS മിണ്ടാറില്ല, VS വിശ്രമ ജീവിതത്തിലായിരുന്നു. VSനെ നമ്മൾ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കേട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും VS ഉണ്ടായി. ഇനി പക്ഷേ VS ഇല്ല. ആ അവസാന യാത്രയിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തെ യാത്ര അയക്കാനാണ് ഈ വന്നു നിൽക്കുന്ന മനുഷ്യരെല്ലാം എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. പൂർണ്ണമായും ആ വഴിയെല്ലാം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങളെല്ലാം അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അതൊരു ചെറിയ വഴിയാണ്, അല്ലാതെ തന്നെ അതൊരു ചെറിയ വഴിയാണ്. ആ വഴിയിൽ ആളുകൾ നിറഞ്ഞാൽ പിന്നെ അതിലൂടെ സഞ്ചാരം ബുദ്ധിമുട്ടാണ്. VSനെ മാത്രം അകത്തേക്ക് കടത്തിവിട്ട് ആളുകൾ കാവലിരിക്കുന്നത് പോലെ എത്രയോ മണിക്കൂറുകളായി അവർ VSനെ കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും ആ കാവൽ തുടരുന്നു. കേരളത്തിന് കാവലാളായി നിന്ന VSന് ഈ യാത്രയിൽ കാവലായി ഈ കേരളത്തിൻ്റെ ജനസഞ്ചയം, കേരളത്തിലെ VSനെ സ്നേഹിക്കുന്നവരുടെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെയുണ്ട്. ആൾക്കൂട്ടത്തിൽ ജീവിച്ച VSന് മണലിട്ടാൽ താഴെ വീഴാത്തതുപോലെ അത്രയും വലിയൊരാൾക്കൂട്ടം യാത്രാമൊഴി നൽകുകയാണ്.